സിസ്റ്റർ. മാഡം എവിടെയായിരുന്നു? പേഷ്യന്റിനെ ഇപ്പൊ കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ നോക്കുമായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റുമോ സിസ്റ്റർ? കാണാലോ. പക്ഷെ ഇപ്പൊ ഒരാൾ കാണാൻ കയറിയിട്ടുണ്ട്. അയാൾ ഇറങ്ങട്ടെ. കാണാൻ കയറിയെന്നോ? അതാരാ? ആരാ നിങ്ങൾ? നിക്കടാ അവിടെ. അവിടെ നിക്കാൻ. നിക്കടാ. രക്ഷപ്പെട്ടു. എന്താ എന്തു പറ്റി? ഒരുത്തിന് ഐസിയുല് കയറി. ആരാന്ന് ചോദിച്ചപ്പോ ഓടിക്കളഞ്ഞു. അവിടേക്കാ ഓടിയേ. എന്താ ഇവിടെ ഉണ്ടായത്? പേഷ്യന്റിനെ കാണാനാന്ന് പറഞ്ഞ് ഒരാൾ ഐസിയുല് കയറി. നിങ്ങളാ സമയം ഐസിയുൽ ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയില്ലേ പേഷ്യന്റിനെ തനിച്ചാക്കി എങ്ങും പോകരുതെന്ന്? ആൻസർ മൈ ക്വസ്റ്റ്യൻ സിസ്റ്റർ. സിസ്റ്റർക്ക് മറുപടി ഇല്ല അല്ലേ? ഞാൻ പേയ്മെന്റ് അടയ്ക്കാൻ താഴെ കൗണ്ടറിൽ പോയിരിക്കായിരുന്നു. ഇടയ്ക്ക് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞ് ചില കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ലാസ്റ്റ് ടൈം ദ സെയിം തിങ് ഹാപ്പൻ ഹിയർ. സോറി മാഡം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരുന്നു. പകരം സ്റ്റാഫിനെ നിർത്തിയിട്ട് വേണം മേലാൽ പുറത്തു പോകാൻ. മനസ്സിലായോ? മനസ്സിലായി. സോറി ഡോക്ടർ. കാർത്തിക്കിന്റെ ബൈസ്റ്റാൻഡർ ആരാ? എന്താ സിസ്റ്റർ? എത്രയും പെട്ടെന്ന് ഈ മെഡിസിൻ വാങ്ങിക്കൊണ്ട് വരണം. ഇതിവിടുത്തെ ഫാർമസിയിൽ സ്റ്റോക്ക് തീർന്നു. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. വളരെ വില കൂടിയ മരുന്നാ. വേഗം വാങ്ങിക്കൊണ്ട് വാ. എന്ത് ചെയ്യും? കയ്യിൽ കാശൊന്നുമില്ല. അർച്ചന ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുക. എന്തായാലും ഇനിയും പണം വേണ്ടി വരും. അതെ, മെഡിസിൻ വാങ്ങാൻ പോയില്ലേ? പോവാ സിസ്റ്റർ. പുറത്തോട്ടൊന്നും പോവല്ലേ. കാർത്തിയേട്ടനെ നോക്കിക്കോണേ. ഇനി താൻ പേടിക്കണ്ട, പോയിട്ട് വാ.
ടെൻഷൻ അടിക്കാതെ അമ്മേ. അവരാ BR ഹോസ്പിറ്റലിലേക്ക് പോവാനാ കൂടുതൽ സാധ്യത. നമുക്കിനി അങ്ങോട്ട് പോവാം. എന്നാലും അവളീ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് മനഃപൂർവ്വ. ഇതൊക്കെ മനഃപൂർവ്വ അമ്മേ. ഇതൊക്കെ അവളും നന്ദിനിയെടുത്തി മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട. ഇതിനെ ഗ്രൂപ്പീസ് എന്ന് പറയുന്നേ. വണ്ടിയാ BR ഹോസ്പിറ്റലിലേക്കാ പോകണ്ട കേട്ടോ. ശരി മാഡം. അതിന് അവിടെ കാണുമെന്ന് എന്താ ഉറപ്പ്? അവിടെയും കൂടെ തിരക്കാം. ഉം. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണേ. ആ ആധാറും പാൻ കാർഡും തരൂ. അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു ഹോസ്പിറ്റൽ കേസാ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പണം അടയ്ക്കണം. ഡോക്യുമെന്റ്സ് ഇല്ലാതെ എങ്ങനെ ലോൺ തരും? പ്ലീസ് സർ, എങ്ങനെയൊന്ന് സഹായിക്കണം. ഞാൻ 4-5 ബാങ്കുകളിൽ കയറി, ആരും ഐഡന്റിറ്റി ഇല്ലാതെ ഗോൾഡ് ലോൺ തരില്ല എന്ന്. സർ പ്ലീസ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്. എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. മാനേജറോടൊന്ന് ചോദിച്ചു നോക്കാം. ആരാ ഹോസ്പിറ്റലില്? എന്റെ ഹസ്ബൻഡാ. എന്തു പറ്റി? ആക്സിഡന്റാ. സർ പ്ലീസ് സർ. ഓക്കെ അതിനു വേണ്ട പ്രൊസീജിയർ ചെയ്ത് ക്യാഷ് ശരി കൊടുത്തു. സാർ. താങ്ക് യു സർ. കാർത്തിക്, അമ്മേ, സിസ്റ്ററെ ICU. ദേ ആ ഭാഗത്താ. എന്റെ മോനെ, അയ്യോ. കരയില്ലേ അമ്മേ, നമുക്ക് അവന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം.
ഈ കൂടെ ഉണ്ടായിരുന്നവൾ എവിടെ പോയി? കാർത്തിക്കിന്റെ ബൈസ്റ്റാൻഡർ ഞാനാ. ഞങ്ങളെ സിസ്റ്ററെ. കാർത്തിക്കിന് എങ്ങനെയുണ്ട് സിസ്റ്റർ? കുഴപ്പമില്ല. പേഷ്യന്റിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഭാര്യ എന്നാ പറഞ്ഞത്. ഒരു മരുന്ന് വാങ്ങാൻ പറഞ്ഞു വിട്ടതാ. അത്യാവശ്യമുള്ള മരുന്നാ. അത് ഉടനടി കൊടുത്തില്ലെങ്കിൽ പേഷ്യന്റിന് എന്താ പറ്റുക എന്ന് പറയാനാവില്ല. അയ്യോ സിസ്റ്റർ, ആ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ എങ്ങതാ? ഞങ്ങൾ പോയി വാങ്ങിച്ചോണ്ട് വരാം. പ്രിസ്ക്രിപ്ഷനും കൊണ്ടാ അവര് പോയത്. ഞാൻ ഡോക്ടറെ കണ്ട് വേറെ കുറിപ്പിച്ചോണ്ട് വരാം. ആ പേഷ്യന്റിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇറസ്പോൺസിബിൾ. അമ്മ കേട്ടോ, സ്വന്തം ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുള്ള വല്ല വിചാരമുണ്ടോ അവൾക്ക്? അത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. വരട്ടെ ഇങ്ങോട്ട്. എന്താ ഇത്ര താമസിച്ചേ? അത് ഇങ്ങ് കൊണ്ടുവാ. ആ സിസ്റ്ററെ, പ്രിസ്ക്രിപ്ഷൻ കിട്ടിയോ? മരുന്ന് കിട്ടി. മുത്തശ്ശി, എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇതിനകത്താക്കിയിട്ട് നീ എവിടെ നടക്കുമായിരുന്നടി? എന്താ ഡിമിണ്ടാത്തത്? നീ വീട്ടിൽ നിന്ന് വിളിച്ച് എവിടെ കൊണ്ടുപോയതാ അവനെ കൊലയ്ക്ക് കൊടുക്കാൻ? മുത്തശ്ശി, ഞാൻ മിണ്ടരുത് നീ. എന്നെ മുത്തശ്ശിന്നൊന്നും വിളിക്കണ്ട. ഞാൻ നിന്റെ മുത്തശ്ശിയല്ല. വീട്ടില് വളരെ സമാധാനത്തിലിരുന്ന കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോയി എന്നിട്ട് കൊല്ലാറാക്കി കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടു. നാശം പിടിച്ചവള്. നീ എവിടെ കാലുകുത്തുന്നോ അവിടെ നശിച്ചു പോവും. ശാപകാലത്ത് എന്റെ മകനുണ്ടായ അസുരവിത്ത്. മുത്തശ്ശി എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ശപിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ എന്താ ചെയ്തെന്ന് നിനക്കറിയില്ലേടി? നീ ശപിക്കപ്പെട്ടവള് തന്നെയാ. നീ കാർത്തിമോനെ മാത്രമല്ല, ചെമ്പകമംഗലം തറവാട് മൊത്തം തകർത്തു. മുത്തശ്ശി, കാര്യം അറിയാതെ വെറുതെ എന്നെ വഴക്ക് പറയല്ലേ. നീ എന്നെ ശ്വാസിക്കാൻ വരുന്നോടി? അല്ല, ദേ, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. അർച്ചനെ, അവനെ കൊണ്ടുവന്ന ഐസിയുലാക്കിയിട്ട് അവള് പല വഴിക്ക് കറങ്ങി നടക്കുന്നു. സ്നേഹമില്ലാത്ത വർഗം. മുത്തശ്ശി മതി. മുത്തശ്ശി എനിക്കിഷ്ടമായിരുന്നു. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എന്ന് കേട്ട നാട്ടുകാർക്കെല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട്. പക്ഷേ ഇപ്പം മുത്തശ്ശിയുടെ നാഭീന്ന് വന്ന വാക്കുകൾ കേട്ട് എനിക്ക് മുത്തശ്ശിയോട് സഹതാപ തോന്നുന്നേ. കാർത്തിക്കിനെ ഐസിയുലാക്കിയിട്ട് മീനാക്ഷി ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി നടക്കുന്ന പോലും. ബൈക്ക് ആക്സിഡന്റിലായ കാർത്തിക്കിനെ ഹോസ്പിറ്റലിലാക്കിയ ഇവള് ഈ സമയങ്ങളിൽ അനുഭവിച്ച വേദനയും ടെൻഷനും ഒക്കെ എത്രയാണെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഹോസ്പിറ്റലിലായ കാർത്തിക്കിന് ചികിത്സ നൽകണമെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് അടയ്ക്കണം ഈ ഹോസ്പിറ്റലില്. ഇവളുടെ കയ്യിൽ പണമില്ല. ആരെങ്കിലും ഒന്ന് വിളിച്ചറിയിക്കാനാണെങ്കിൽ മൊബൈൽ ചാർജ് തീർന്ന് ഓഫായി പോവുകയും ചെയ്തു. എന്ത് ചെയ്യും ഒരു പെൺകുട്ടി ഈ അവസ്ഥയില്? ആ
ആരുണ്ട് കൂടെ ഒരു തുണയ്ക്ക്? മുത്തശ്ശി ഈ സിറ്റുവേഷനിലൂടെ ഒന്നും കടന്നു പോയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ കടന്നുപോയവരുണ്ട്. അവർക്കറിയാം ഇവൾ അനുഭവിക്കുന്ന വേദനയൊക്കെ. പക്ഷെ ഈ മീനാക്ഷി കാർത്തിക്കിന്റെ ജീവൻ തിരികെ കിട്ടാൻ വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് എല്ലാത്തിനെയും നേരിട്ടു. പണം വേണം, അത് കണ്ടെത്തി. പേഷ്യന്റിന് ബ്ലഡ് വേണം, അതും കണ്ടെത്തി. കാർത്തിക്കിന് ജീവനും തിരിച്ചു കിട്ടി. മുത്തശ്ശിയുടെ കൊച്ചുമകനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ഇവളെ മുത്തശ്ശി എത്ര വട്ടം ശപിച്ചു. അർച്ചനെ, ഇവളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഇവളുടെ ഹൃദയം കീറി മുറുക്കിയല്ലേ ചെയ്തത് മുത്തശ്ശി? വാത്സല്യം പകരുന്ന നാവിന്ന ശാപം. കാർത്തിക് മുത്തശ്ശിയുടെ കൊച്ചുമകനാണെങ്കിൽ ഇവള് മുത്തശ്ശിയുടെ കൊച്ചുമകള്. അത് മറക്കരുത്. പ്രത്യേകിച്ചും ഇവൾക്കിപ്പോ അച്ഛനും അമ്മയും ഇല്ല എന്നുകൂടി ഓർക്കണമായിരുന്നു. മുത്തശ്ശി വളരെ നല്ലവള്. നല്ലവരുടെ നാവീന്ന് നല്ലതല്ലാത്തത് കേട്ടാ നമുക്ക് സഹിക്കാനാവില്ല. മാത്രമല്ല, മുത്തശ്ശിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഇവളെ പോലൊരു പേരക്കുട്ടിയെ കിട്ടിയത് മുത്തശ്ശിയുടെ പുണ്യമാണ്. അത് പിന്നീടാണെങ്കിലും മുത്തശ്ശിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് സ്നേഹം കൊണ്ട്. അതൊരൽപ്പം കൂടിപ്പോയെങ്കിൽ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. വിഷമിക്കാതെ മീനാക്ഷി, ഇത് നിന്റെ മുത്തശ്ശിയാ. നീ അങ്ങ് ക്ഷമിച്ചേക്ക്. കാർത്തികിന്റെ കൂടെ വന്നവരല്ലേ? അതെ ഡോക്ടർ. ഈ കുട്ടിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കാർത്തികിന് ഇപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആ മരുന്ന് കൂടെ കൊടുത്തു തുടങ്ങിയപ്പോ എല്ലാം ഓക്കെ ആയി. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ഡിസ്ചാർജ് എഴുതിയേക്കാം. അല്പം കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയാ മതി. ആ ശരി. തക്ക സമയത്ത് അർച്ചന വന്നതുകൊണ്ട് എന്റെ കാർത്തിയേട്ടൻ രക്ഷപ്പെട്ടു. നിന്റെ പ്രാർത്ഥന കേട്ട ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചു, അത്രേ ഉള്ളൂ. മുത്തശ്ശി, ഞാൻ പോവാട്ടോ. പിണങ്ങല്ലേ? എന്തുണ്ടായാലും തളരുകയോ പതറുകയോ ചെയ്യരുത്. കരുത്തോടെ നേരിടണം. നോക്ക്, ഒരു ലോക്കപ്പ് മുറിയിൽ വെച്ചാ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്. ആ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് നേരിട്ടു, അതിജീവിച്ചു. നിനക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാനുണ്ട് നിന്റെ കൂടെ, കൂട്ടുകാരിയായിട്ടും കൂടെപ്പിറപ്പായിട്ടും. ഞാൻ പോട്ടെ. ശരി മുത്തശ്ശി.